ഹായ് നമസ്കാരം. വെനീസ് ടൂർണമെന്റ് മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും ഹൃദയം നിറഞ്ഞ സ്വാഗതം. ഒരു കിഡിലൻ ട്രോൾ വീഡിയോ. പ്രിയപ്പെട്ട പ്രേക്ഷകരെ, നമ്മളെല്ലാവരും ഇപ്പോൾ ഉറ്റുനോക്കുന്നത് പാലക്കാട് ജില്ലയാണ്. കാരണം ത്രികോണ മത്സരം നടക്കുന്ന പാലക്കാട് ജില്ലയിൽ BJP എന്ന് പറയുന്ന പാർട്ടിക്ക് ശക്തമായിട്ടുള്ള ഒരു ജനപിന്തുണ ഉള്ള ഒരു സ്ഥലമാണ്. അവിടുത്തെ മുനിസിപ്പാലിറ്റി കോർപ്പറേഷൻ ഭരിക്കുന്നത് BJP ആണ്. പല പഞ്ചായത്തുകളും ഭരിക്കുന്നത് BJP ആണ്. അതുകൊണ്ട് തന്നെ അവിടെ നല്ല രീതിയിലുള്ള ഒരു മത്സരം കാഴ്ചവെക്കാൻ ഈ നമ്മുടെ രാഹുൽ മാങ്കൂട്ടത്ത് പറയുന്ന ആ യുവ പ്രതിഭയ്ക്ക് സാധിക്കുമെന്നുള്ള കാര്യത്തിൽ ഒരു സംശയമില്ല. ഷാഫി പറമ്പിൽ കഴിഞ്ഞ പ്രാവശ്യം അവസാന റൗണ്ടിൽ എത്തുമ്പോഴത്തേക്ക് നമ്മുടെ മെട്രോമാന എടുത്തു തൂക്കി നിലത്തടിച്ച് വിജയിച്ചു പോയിട്ടുള്ളതാണ്. എന്നാൽ BJPയുടെ എല്ലാമായിട്ടുള്ള അല്ലെങ്കിൽ കേരളത്തിൽ BJP എന്ന് പറയുന്ന പ്രസ്ഥാനത്തിന് ഇത്രയധികം ശക്തി നൽകിയിട്ടുള്ള ശക്തനായിട്ടുള്ള നേതാവാണ് നമ്മുടെ ഉള്ളിസുരേന നമ്മുടെ റിപ്പോർട്ടർ ചാനലുകാർ പൊക്കി ഒരു ബസ്സിനകത്ത് കയറ്റി ഒരു യാത്ര അങ്ങോട്ട് പോവുക. ആ പോകുന്ന പോക്കിൽ നമ്മുടെ ശോഭ ചേച്ചിയെ നമ്മൾ മറന്നു പോരുത്. കാരണം റിപ്പോർട്ടർ ചാനലിന്റെ ഏറ്റവും വലിയ ശത്രുവായിട്ട് മാറിയിരിക്കുകയാണ് ഇപ്പൊ ശോഭ ചേച്ചി. കാരണം ഒരു കാലത്ത് ഈ റിപ്പോർട്ടർ ചാനലിനകത്ത് നമ്മുടെ ദുർഗാവാഹിനി സുജയ എന്ന് പറയുന്ന ഈ ഒരു സാധനം BJPക്ക് വേണ്ടി ഘോരം പ്രസംഗിച്ച് അവസാനം തൊണ്ട പൊട്ടി ചോര വരെ ഒലിച്ചിട്ടുണ്ട് നമ്മുടെ സുജയുടെ. കാരണം അമ്മാരി ഉറഞ്ഞു തുള്ളലായിരുന്നു BJPക്ക് വേണ്ടി. ഏതെങ്കിലും ഒരാള് BJPയുടെ ഒരു പേര് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ നമ്മുടെ ദുർഗാ ചേച്ചിക്ക് അങ്ങോട്ട് തുള്ളൽ തുടങ്ങും. ആ തുള്ളൽ ഈ കുറച്ച് നാളായിട്ട് അങ്ങോട്ട് മാറ്റി ഈ ശോഭ ചേച്ചീനെയും സുരേന്ദ്രനെയും ഒക്കെ നമ്മുടെ ദുർഗാവാഹിനി തന്നെ എടുത്തിട്ട് അങ്ങോട്ട് അലക്കി ഭിത്തിയിലൊട്ടിക്കുന്ന ചില വാർത്തകൾ നമ്മൾ കണ്ടു. അതുകൊണ്ട് തന്നെ ഇവർക്ക് അനുകൂലമായിട്ട് ആര് പറഞ്ഞാലും അവരെയൊക്കെ ഇവർക്ക് ഭയങ്കര ഇഷ്ടമാണ്. പക്ഷേ ഇവർ കാണിക്കുന്ന തെമ്മാടിത്തരങ്ങൾ സഹികെട്ടിട്ട് ഇപ്പൊ നമ്മുടെ സന്ദീപ് വാര്യറിനെ പോലെ പറഞ്ഞു പോയി കഴിഞ്ഞാൽ പിന്നെ അവരെല്ലാം രാജ്യദ്രോഹികളും രാജ്യത്തിന് ഗുണമില്ലാത്ത ആൾക്കാരുമായി മാറും. എന്താണെങ്കിലും ഈ ഉപതെരഞ്ഞെടുപ്പ് നടക്കാൻ ഈ പാലക്കാട് ജില്ലയിലൂടെ നമ്മുടെ ഉള്ളിസുരേട്ടനെയും വഹിച്ചുകൊണ്ട് ഈ വാഹനം ഇങ്ങനെ മുന്നോട്ട് പൊക്കോണ്ടിരിക്കുകയാണ്. ആ പോകുന്ന പോക്കിൽ നല്ല രീതിയിലുള്ള ചില ഊക്കുകൾ വാങ്ങിക്കുന്ന നല്ല കിഡിലൻ ഒരു വീഡിയോ. എന്റെ പ്രിയപ്പെട്ട പ്രേക്ഷകരെ, ഈ വീഡിയോ നിങ്ങളൊന്ന് കാണാം. കാരണം ഇരുത്തിക്കൊണ്ട് ഇങ്ങനെയൊക്കെ പണിയാന്ന് പറഞ്ഞാൽ അതൊരു കഷ്ടം തന്നെയാണ്. എന്താണെങ്കിലും കിട്ടേണ്ടത് കിട്ടിയിട്ടുണ്ട്, അത് വാങ്ങിച്ച് കണ്ടം വഴി ഓടിയിട്ടുമുണ്ട്. ഇനി വരുന്ന കീർവാണങ്ങൾ നമ്മൾ ഇതെല്ലാം ഒന്ന് നമ്മുടെ മെമ്മറിയിൽ വെച്ചേക്കണം. കാരണം ഈ ഇലക്ഷൻ കഴിഞ്ഞിട്ട് വേണം നമുക്ക് കുറച്ച് കാര്യങ്ങൾ പറയാം. അമ്മാതിരി കീർവാണങ്ങളും അമ്മാതിരി മാസ് ഡയലോഗൊക്കെയാണ് ഈ സാധനങ്ങൾ ഇങ്ങനെ നിരന്തരം പ്രയോഗിച്ചുകൊണ്ടിരിക്കുന്നത്. നമുക്കെന്തായാലും ഈ ഒരു വീഡിയോ ഒന്ന് കണ്ടു നോക്കിയാലോ. കണ്ടിട്ട് നിങ്ങളുടെ അഭിപ്രായം അറിയിക്കാൻ മറക്കരുത്. നമുക്ക് നേരെ ആ വീഡിയോയിലേക്ക് ഒന്ന് പോവാം. ശോഭാ സുരേന്ദ്രനും റിപ്പോർട്ടർ എന്ന് പറയുന്ന മാധ്യമത്തിന്റെ മുതലാളി, വ്യാജ മുതലാളി ആൻഡോയും തമ്മിലുള്ള യുദ്ധമല്ല. ശോഭാ സുരേന്ദ്രൻ എന്ന് പറയുന്ന ഒരു വ്യക്തിയെ തകർക്കുക എന്നുള്ളത് മാത്രമല്ല റിപ്പോർട്ടർ ചാനലിന്റെ ലക്ഷ്യം. ഈ പ്രസ്ഥാനത്തെ തകർക്കുക, ഭാരതീയ ജനതാ പാർട്ടി എന്ന് പറയുന്ന പ്രസ്ഥാനത്തെ തകർക്കുക, ആ പ്രസ്ഥാനത്തിന്റെ തലപ്പത്തിരിക്കുന്ന ആളെ തകർക്കുക. സംസ്ഥാന അധ്യക്ഷനെ പാർട്ടി പ്രവർത്തകർ വെറുക്കണം എന്നുള്ള രീതിയിൽ ഒരു വാർത്ത റിപ്പോർട്ടർ ചാനലിൽ വരുന്നു. ഒരു സമയത്ത് പ്രസ്ഥാനത്തെ തകർക്കുക, മറുഭാഗത്ത് ശോഭാ സുരേന്ദ്രനെ തകർക്കുക. ഇതുമായിട്ടാണ് റിപ്പോർട്ടർ ചാനൽ മുന്നോട്ട് പോയത്. കേരളത്തിലെ പൊതുജനങ്ങളോടാണ്, വാർത്ത കാണുന്ന മനുഷ്യരോടാണ് ഞാൻ നിങ്ങളോട് കൈകൂപ്പി അപേക്ഷിക്കുകയാണ്. ദയവ് ചെയ്ത് ഈ റിപ്പോർട്ടർ ചാനൽ നിങ്ങൾ കാണരുത് എന്ന് ഞാൻ അപേക്ഷിക്കുകയാണ്. അതായത് റിപ്പോർട്ടർ ചാനൽ കണ്ടു കഴിഞ്ഞാൽ അമ്മായിയുടെ കള്ളത്തരങ്ങളൊക്കെ പുറത്താകും എന്നുള്ളത് നമുക്ക് എല്ലാവർക്കും മനസ്സിലായി. കാരണം റിപ്പോർട്ടർ ചാനലില് ഈ പറയുന്ന ആൻഡോനെ ചേച്ചി ഒന്ന് ചൊറിഞ്ഞു നോക്കിയതാണ്. പക്ഷെ ആൻഡോ എടുത്തിട്ട് മാന്തി പൊളിച്ച് പൂരവും പൂരാടവും ഒക്കെ എടുത്ത് വെളിയിലിട്ട് അവസാനം നാറി പുഴുത്തിരിക്കുകയാണ്. ഇനിയിപ്പോ തെരഞ്ഞെടുപ്പൊക്കെ കഴിഞ്ഞു കഴിയുമ്പോഴത്തേക്ക് BJPയിൽ ഇനി ഈ നമ്മുടെ ചേച്ചി ഉണ്ടാകുമോ ഇല്ലേ എന്നുള്ളതിനൊക്കെ നമുക്ക് അറിയേണ്ടതുണ്ട്. എന്താണെങ്കിലും നമ്മുടെ സുരേട്ടനെയും വഹിച്ചുകൊണ്ടുള്ള ഈ ബസ് അതങ്ങോട്ട് മുന്നോട്ട് പോകുമ്പോഴത്തേക്ക് ഇവരെല്ലാരും കൂടി ഇരുന്നുകൊണ്ട് നല്ല കിടിലനായിട്ട് കൊടുക്കുന്നുണ്ട് പണി. അതുകൂടെ കണ്ടോളൂ. അതിഥി സ്വാഗതം. BJPയുടെ സംസ്ഥാന അധ്യക്ഷനാണ്. നമസ്കാരം. റിപ്പോർട്ടറിന്റെ ഈ തെരഞ്ഞെടുപ്പ് ബസ്സിലേക്ക് അങ്ങനെ അവർ കണ്ടുമുട്ടുകയാണ് സുഹൃത്തുക്കളെ. അങ്ങനെ റിപ്പോർട്ടറിന്റെ ഈ തെരഞ്ഞെടുപ്പ് ബസ്സിലേക്ക് നമുക്ക് ഇത്ര സൗകര്യമുള്ളൂ. അതെ, ഉള്ള സൗകര്യത്തിലൊക്കെ ഒന്ന് നിസാർ ഒരുപാട് ചോദ്യങ്ങൾ ഇങ്ങനെ ഷാർജ മുതലേ കരുതി കൂട്ടി വന്നിരിക്കുകയാണ്. ഷാർജയിൽ നിന്ന് നേരിട്ട് വന്ന നിസാറെ തയ്യാറെടുപ്പ് കുറച്ച് കാലമായിട്ട് തുടങ്ങിയിട്ടുണ്ടെന്ന് എനിക്കറിയാം. അതിന് മുമ്പ് ജാർഖണ്ഡിലല്ല, ഹരിയാന മാത്രമാണ് നിങ്ങൾക്ക് ആശ്വാസം അല്ലേ? കൂടി അല്ലെ ഇത്തരം പ്രവചനങ്ങൾക്കൊന്നും ഒരു പ്രസക്തിയില്ല. ഹരിയാനയും പാലക്കാടും ഈ തല വെറും ഒരു അലങ്കാരം മാത്രമെന്നാ ഞാൻ ധരിച്ചത്. പാലക്കാട് ഇനിയിപ്പോ നമുക്ക് പാലക്കാട്ടേക്ക് വരുമ്പോൾ പാലക്കാട് ശ്രീ K സുരേന്ദ്രൻ ഇപ്പൊ ഏറ്റവും അവസാനം നിങ്ങളൊരു പ്രതിസന്ധി നേരിടുന്ന ഒരു പാർട്ടിയായിട്ട് BJP നിൽക്കുന്നു. എന്തുകൊണ്ടാണ്? സന്ദീപ് വാര്യർ ഇഷ്യൂലാണ്. പ്രതിസന്ധി അല്ല എന്ന് താങ്കൾ പറയുമെങ്കിൽ കൂടിയും അത് വെച്ചിട്ട് ഞങ്ങളിലേക്ക് BJPക്കാർ വരുന്നുണ്ട്. ഇതൊരു വൺ വേ മാത്രമല്ല, അങ്ങോട്ട് പോകുന്നു ഇങ്ങോട്ടും വരുന്നു എന്നൊരു രീതിയിൽ. BJPയിൽ കഴിഞ്ഞ 2 വർഷത്തിനിടയിൽ പ്രമുഖരായിട്ടുള്ള പല ആൾക്കാരും വന്നിട്ടുണ്ട്. K ആന്റണിയുടെ മകൾ വന്നിട്ടുണ്ട്, ശ്രീ K കരുണാകരന്റെ മകൾ വന്നിട്ടുണ്ട്,
പ്രമുഖരായിട്ടുള്ള UDF ചെയർമാൻമാർ വന്നിട്ടുണ്ട്. അങ്ങനെ ധാരാളം ആൾക്കാർ കഴിഞ്ഞ കോൺഗ്രസിന്റെ MP-യും MLA ആയിരുന്ന AP അബ്ദുള്ളക്കുട്ടി വന്നിട്ടുണ്ട്. അതിന്റെ ഗുണം കാണാനുണ്ടായിരുന്നു. ധാരാളം ആൾക്കാർ വന്നിട്ടുണ്ട്. ഇതിൽ പക്ഷേ ഈ ഒരു അവസാന നിമിഷത്തെ ചാഞ്ചാട്ടത്തിൽ ഒരു തരത്തിലും അതൊരു പ്രസക്തമല്ലാത്ത കാര്യമാണ്. ഒരു ഇമ്പാക്റ്റും ഉണ്ടാവില്ല. ഒരു ഇമ്പാക്റ്റും ഉണ്ടാവില്ല. മാത്രമല്ല ഉർവശി ശാപ ഉപകാരം. ഇത് എവിടെയെങ്കിലും പ്രവർത്തകർ കുറച്ച് ജോലിക്ക് പോവുകയും സാധാരണഗതിയിൽ തെരഞ്ഞെടുപ്പ് പ്രവർത്തനത്തിൽ സജീവമാവാതൊക്കെ ഇരിക്കുന്ന നാച്ചുറൽ എല്ലാ ദിവസവും കൂലിപ്പണിക്ക് പോകുന്ന ആൾക്കാർ പാലക്കാട് അങ്ങനത്തെ ഒരു മണ്ഡലമാണ്. പക്ഷേ ഇതെല്ലാം കാണുമ്പോൾ അവരെല്ലാം ഇപ്പോൾ ചാടി ഇറങ്ങിയിരിക്കുക. നിങ്ങൾക്ക് ഫീൽഡിൽ പോകുന്നുണ്ടല്ലോ നിങ്ങൾ. അതുകൊണ്ട് ഇതിന് ഒരു പ്രയോജനവും UDF-ന് ഉണ്ടാവില്ല എന്ന് മാത്രമല്ല UDF-ന് ഇതുകൊണ്ട് വലിയ നഷ്ടം ഉണ്ടാവും ചെയ്യും. അതുകൊണ്ട് ഞാൻ പറഞ്ഞത് VD സതീശനെ കണ്ടക ശനിയാണ്. നിങ്ങൾ എന്തുമാത്രം വെളുപ്പിച്ചിട്ടും കാര്യമില്ല. VD സതീശന്റെ സ്ട്രാറ്റജി പൊളിയും. VD സതീശനെ വെളുപ്പിക്കുന്നവരാണ് ഇവിടെ മുക്കാൽ ഭാഗം മാധ്യമങ്ങളും. അത് ഒരു അജണ്ടയാണ്. അദ്ദേഹത്തെ മുഖ്യമന്ത്രിയാക്കണം എന്നുള്ള മാധ്യമങ്ങളുടെ ഒരു അജണ്ടയാണ്. അത് ജനങ്ങൾ മുഖ്യമന്ത്രിയാക്കില്ല. ഈ തെരഞ്ഞെടുപ്പ് കഴിയുമ്പോൾ ഞാൻ പറയുന്നു VD സതീശന് പ്രതിപക്ഷ നേതൃസ്ഥാനം തന്നെ ചോദ്യം ചെയ്യപ്പെടുന്നുള്ള കാര്യത്തിൽ സംശയമില്ല. അദ്ദേഹത്തിന്റെ പ്രതിപക്ഷ നേതൃ പദവി ചോദ്യം ചെയ്യപ്പെടാൻ പോകുന്ന തെരഞ്ഞെടുപ്പാണ് പാലക്കാട് ചേലക്കര ഉപതെരഞ്ഞെടുപ്പുകൾ. രണ്ടിടത്തും UDF-ന് ദയനീയമായിട്ടുള്ള പരാജയം ഉണ്ടാവും. എടുത്ത എല്ലാ സ്ട്രാറ്റജി ഇപ്പൊ ഈ അവസാനം PFIയെ കൂട്ടുപിടിച്ചുകൊണ്ട് അവർ നടത്തുന്ന പ്രചാരണം പോലും അവർക്ക് വലിയ തോതിൽ പാലക്കാട് നഷ്ടം ഉണ്ടാക്കുന്നില്ല. എത്ര കാലം എന്ന് വെച്ചാൽ ഇങ്ങനെ അപ്പുറവും ഇപ്പുറവും കത്തിച്ച് നക്കാപ്പിച്ചാ പറ്റി ജീവിക്കുക. തെളിവിന് ഞാൻ പറയാം. അല്ല സ്മൃതി ഞാൻ പറയട്ടെ മാഡം. സ്മൃതി മാഡം പറഞ്ഞത് എന്താണ് തെളിവ് നിങ്ങൾ എന്നോട് ചോദിച്ചില്ലേ? അദ്ദേഹം റിപ്പോർട്ടർമാരോട് ചൂടാവുകയാണ്. എല്ലാ ചാനൽ റിപ്പോർട്ടർമാരോടും നിങ്ങൾ എന്താണ് ഈ ചോദ്യം മാത്രം ചോദിക്കുന്നത്? ഇതിനെ നിഷേധിക്കാൻ കഴിയില്ല. PFIയെ വിട്ടുകഴിഞ്ഞാൽ ഈ തെരഞ്ഞെടുപ്പിൽ അദ്ദേഹം ഉദ്ദേശിച്ചതുപോലുള്ള ധ്രുവീകരണം നടക്കില്ല. അതുകൊണ്ട് PFI അദ്ദേഹത്തിന് തള്ളി പറയാൻ പറ്റും. പോട്ടെ സാറേ കേട്ടാ, വീട്ടുകളാ ബോട്ടിയില്ലാത്ത അവരെന്തെങ്കിലും പറഞ്ഞത് വിവരമില്ലാത്ത നിങ്ങളല്ലേ അത് ക്ഷണിക്കേണ്ടത്. പറഞ്ഞത് വിനാശകാല വിപരീത തെരഞ്ഞെടുപ്പ് ബാധിക്കുന്ന എൻറ്റയർ പിന്നെ മുസ്ലിം ന്യൂനപക്ഷ വോട്ട് എൻ ബ്ലോക്ക് ആയിട്ട് കോൺഗ്രസിന് കിട്ടുകയാണ്. പിന്നെ വിജയസാധ്യത BJP-ക്കില്ല. ഇതിൽ ആര് പറഞ്ഞു? നിങ്ങൾ എന്താ വിചാരിച്ചത്? 73% ഇവിടെ ഹിന്ദുക്കളാണ്, 2% ഇവിടെ ക്രിസ്ത്യാനികളുണ്ട്. 75%ത്തെയാണ് 23% വെല്ലുവിളിക്കുന്നത്. പട്ടിയുടെ വാല് 12 കാലം കൊള്ളിട്ടിട്ട് എന്താ കാര്യം? പട്ടിക്ക് കൂടി തോന്നണ്ടേ അത് നിവർത്തിയെടുക്കണമെന്ന്? അത് ഈ രാജ്യത്ത് അത്ര എളുപ്പത്തിൽ നിങ്ങൾ ഉദ്ദേശിച്ച പോലെ. അതുകൊണ്ട് ഞാൻ പറഞ്ഞത് സതീശന് കണ്ടക ശനിയാണ്. നമ്മുടെ ഫിലോമിന ചേച്ചി പറഞ്ഞതുപോലെ അല്പമെങ്കിലും ബുദ്ധി ഉണ്ടായിരുന്നെങ്കിൽ നമുക്ക് മന്ദബുദ്ധി എന്നെങ്കിലും വിളിക്കായിരുന്നു. കുറച്ച് കാര്യങ്ങൾ നമുക്ക് ഇതിന്റെ കൂടെ ഒന്ന് പറയേണ്ടതുണ്ട്. കാരണം ഈ ഒരു ബസ് യാത്രയിൽ നല്ല രീതിയിലുള്ള ഊക്കാണ് വാങ്ങിച്ചിരിക്കുന്നത്. നമുക്ക് പറയാതിരിക്കാൻ പറ്റത്തില്ല. കാരണം ഇതുപോലുള്ള മരവാഴകളൊക്കെയാണ് ഈ പ്രസ്ഥാനത്തിന്റെ തലപ്പത്തിരിക്കുന്നുണ്ടെങ്കിൽ ഇതിലും വലുതും സംഭവിക്കുമെന്നുള്ള കാര്യത്തിൽ ഒരു സംശയമില്ല. കേരളത്തിൽ ഇങ്ങനെ ഏറിൽ തന്നെ നിൽക്കുന്ന ഒരു നേതാവാണ് ഇപ്പൊ BJP-യുടെ ആദരണീയനായിട്ടുള്ള നമ്മുടെ ഈ ഉള്ളിയേട്ടൻ. എന്തായാലും ഉള്ളിയേട്ടൻ പറഞ്ഞിട്ടുള്ള ചില കാര്യങ്ങൾ, അതായത് ഹരിയാന മാത്രമാണ് എനിക്കൊരു ആശ്വാസം എന്ന് പറയുന്ന കൂട്ടത്തിൽ പാലക്കാടും എന്ന് പറയുന്നത് സത്യത്തിൽ എന്താണ് നമ്മൾ പറയേണ്ടത് അല്ലെ? പാലക്കാട് ഉപതെരഞ്ഞെടുപ്പ് നടന്ന് അവിടുത്തെ ജനങ്ങൾ തീരുമാനിക്കും ആരെയാണ് അവിടെ എടുക്കേണ്ടത്. കാരണം ഒരെണ്ണത്തിന് തന്നെ തൃശ്ശൂർ കൊടുത്തിട്ട് ജനങ്ങൾ പൊറുതിമുട്ടിയിരിക്കുക. അപ്പോഴാണ് ഇനിയിപ്പോ അടുത്ത പാലക്കാടും കൂടെ ഉണ്ടാക്കാനായിട്ട് പോകുന്നത്. എന്തായാലും നമുക്ക് കണ്ടിരിക്കാം, അല്ലെ നമുക്ക് കണ്ടറിയേണ്ടതുണ്ട്. പിന്നീട് പറയുന്ന ചില കാര്യങ്ങളുണ്ട്. ഈ ഉണ്ണി അത്ര മോശമായിട്ടുള്ള ഒരാളൊന്നുമല്ല. ഇടയ്ക്ക് ചെറിയതായിട്ട് 2-3 ഡോസുകളൊക്കെ കൊടുത്തത് പ്രേക്ഷകരായിട്ടുള്ള നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ട് എന്നാണ് എനിക്ക് തോന്നുന്നത്. എന്തായാലും ദുർഗാവാഹിനി വീണ്ടും ഈ സാറിനെ എടുത്ത് വണ്ടിയിലോട്ട് കയറ്റിയപ്പം നമ്മുടെ ചേച്ചിയുടെ കിളിയായിരിക്കും ഒരു പക്ഷെ ചിലപ്പോൾ പറഞ്ഞത്. കാരണം ചേച്ചിക്ക് ഏറ്റവും കൂടുതൽ എതിർപ്പുള്ള നിങ്ങൾ ആരും ഈ വീഡിയോ കാണരുത്, നിങ്ങൾ ആരും റിപ്പോർട്ടർ ചാനൽ കാണരുത് എന്ന് കരഞ്ഞ് മെഴുകി പറഞ്ഞപ്പോൾ അതേ റിപ്പോർട്ടർ ചാനലിന്റെ ബസ്സിലേക്കാണ് നമ്മുടെ അണ്ണൻ ഓടി അങ്ങോട്ട് കയറിയത്. അതോടുകൂടി ശോഭ ചേച്ചിയുടെ ആഫീസ് പൂട്ടി എന്നുള്ളതാണ്. ഇനി വരും ദിവസങ്ങളിൽ തെരഞ്ഞെടുപ്പെല്ലാം കഴിഞ്ഞ് ഈ VD സതീശനാണോ പുറത്തേക്ക് പോകാൻ പോകുന്നത്, അതോ BJP-യിൽ നിന്നും പല ആൾക്കാരും ഇനി കോൺഗ്രസിലോട്ടോ മറ്റു പാർട്ടിയിലേക്ക് പോവുമോ, ഈ ആശാന്റെ ഈ പറയുന്ന സ്ഥാനം തെറിക്കുവോ, ശോഭ ചേച്ചി ഇനി എന്തെടുക്കുവോ എന്നൊക്കെ ഉള്ള ഒരുപാട് ചോദ്യങ്ങൾക്ക് ഉത്തരം ലഭിക്കണമെന്നുണ്ടെങ്കിൽ കുറച്ച് ദിവസം കൂടെ നമ്മളൊന്ന് കാത്തിരിക്കേണ്ടിയിരിക്കുന്നു. എന്തായാലും പ്രിയപ്പെട്ട പ്രേക്ഷകരെ, നല്ല കിടിലൻ ഒരു ട്രോൾ വീഡിയോ തന്നെയായിരുന്നു. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെന്ന് വിശ്വസിക്കുന്നു. ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ വലിയൊരു അഭിപ്രായം കമന്റുകൾ അറിയിക്കാൻ മറക്കരുത്. മറ്റൊരു വീഡിയോ കാണാം. ശുഭപ്രതീക്ഷയിൽ നിങ്ങളുടെയൊക്കെ സ്വന്തം